കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായപ്പോ സ്വഹാബകളുടെ കൂട്ടത്തിൽ ഗോത്രക്കാരിൽ ചിലര് ആ സക്കാത്ത് കൊടുക്കാതിരുന്നു. അവര് അബൂബക്കർ സിദ്ദീഖിന്റെ അരികിൽ വന്ന് പറഞ്ഞു, അബൂബക്കറെ, ഇത് ഞങ്ങൾക്ക് ഞങ്ങളെ റബ്ബ് തൃപ്തിപ്പെട്ട് തന്നതാ. ഞങ്ങളെ കച്ചവട തന്ത്രം, ഞങ്ങളുടെ യാത്ര, ക്ഷീണം, ഇതൊക്കെ സഹിച്ച് ഞങ്ങൾ നേടിയ ലാഭം കൊണ്ട് ഞങ്ങൾ സുഭിക്ഷമായി ജീവിക്കുമ്പോ അതിൽ നിന്ന് 2.5% കൊടുക്കണം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ കൊണ്ട് പറ്റൂല അബൂബക്കറെ, ഞങ്ങൾ നൽകാൻ ഉദ്ദേശിക്കുന്നില്ല. അന്ന് സിദ്ദീഖുൽ അക്ബർ അവരോട് തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, വല്ലാഹി വല്ലാഹി ലഉഖാതിലന്നഹും, നിങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യും. എത്യോപ്യയിലെ ശത്രുക്കൾക്ക് നേരെ വാളെടുത്ത സിദ്ദീഖുൽ അക്ബർ, ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നേരെ വാളെടുത്ത ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കം മുഴുവൻ സഹാബാക്കളെയും മുൻനിർത്തി സിദ്ദീഖുൽ അക്ബർ തിരിച്ചു പറഞ്ഞ മറുപടി, ലഉഖാതിലന്നഹും, നിങ്ങളോട് ഞാൻ യുദ്ധത്തിന് വരും. മൻ ഫറഖ ബൈന സ്വലാത്തി വസ്സകാത്തി, നമസ്കാരത്തിലും സക്കാത്തിലും വേർതിരിവുണ്ടാക്കുന്നവരോട്. നിസ്കരിക്കാൻ എല്ലാവർക്കും ഉഷാറ, കാരണം അതിന് പ്രത്യേകിച്ച് വലിയ ചെലവില്ല. നമസ്കാരത്തിന് പണച്ചെലവില്ല. അവനാൻ സമ്പാദിച്ച സമ്പത്തിൽ നിന്ന് നിശ്ചയിക്കപ്പെട്ട സക്കാത്തിന്റെ കണക്ക് നോക്കി കൊടുക്കാന്ന് പറഞ്ഞാൽ അത് ഈമാനാ. അത്രയേറെ ത്യാഗം ചെയ്ത് നേടിയ സമ്പത്തിൽ നിന്നും എനിക്ക് അർഹതപ്പെടില്ലെന്ന ബോധത്തോടുകൂടി നീക്കിവെക്കുന്നവൻ, 20 ലക്ഷം അനുഭാവമുള്ളവൻ, 20 ലക്ഷം സമ്പാദ്യമുള്ളവൻ 50,000 ഞാൻ നീക്കിവെച്ചേ മതിയാകൂ എന്ന് ചിന്തിക്കുന്നത് ഈമാൻ. നമസ്കാരത്തിന് ഈമാൻ വേണ്ട എന്നല്ല, നമസ്കരിക്കുന്നവന് ചെലവില്ല. നിസ്കാരത്തിന് 1000 രൂപ കൊടുക്കണമെന്നും ഒന്നു എടുക്കുന്നതിന് 250 റുപ്യ ചെലവാക്കണമെന്നും പടച്ചോൻ പറഞ്ഞിട്ടില്ല. മറിച്ച് അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് റബ്ബ് തന്ന സമ്പത്തിൽ നിന്നും നിങ്ങൾ ആ സക്കാത്ത് അങ്ങ് കൊടുത്തേക്കണം. അല്ലാതെ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, ഹജ്ജിനൊക്കെ പോയിട്ടുണ്ട്, ഉംറക്കും പോയിട്ടുണ്ട്, ഷഹാദത്ത് കലിമയും ചൊല്ലിയിട്ടുണ്ട്, സക്കാത്തിന്റെ വിഷയത്തിൽ മാത്രം മരിക്കുന്നവരെ പള്ളിയിലെ മൗലവിമാരോട് സംശയം ചോദിക്കും. അവിടെ 10 സെന്റ് ഉണ്ട്, അവിടെ 2 മുറി പീടിയുണ്ട്, ചെറിയ വാടക കിട്ടുന്നതുണ്ട്, നിന്റെ ശമ്പളത്തിൽ സക്കാത്തുണ്ടോ, ഞാൻ സർക്കാരിന് ടാക്സ് കൊടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് നോമ്പ് തീരുന്നത് വരെയും അടുത്ത നോമ്പാകുന്നത് വരെയും കണക്ക് നോക്കാതെയാണ് മുൻപോട്ട് പോകുന്നതെങ്കിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, നിങ്ങളെ മക്കൾക്കും കുടുംബത്തിനും നിങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് പോലും ഹറാമിന്റെ രേഖയിലെ പടച്ച റബ്ബ് രേഖപ്പെടുത്തു. കാരണം അർഹതപ്പെട്ടവരിലേക്ക് കൊടുക്കേണ്ടത് നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന കാരണം കൊണ്ട്. അതുകൊണ്ട് ഫഇന്ന സകാത്ത ഹഖുൽ മാലി, സമ്പത്തിന്റെ ഹക്കാണ് സകാത്ത്. അത് കൊടുത്തു വീട്ടുക തന്നെ വേണം. വല്ലാഹി, എന്റെ റബ്ബാണേ സത്യം, ലൗ മനഊനി അനാകൻ, ലോകത്തിന്റെ പ്രവാചകന് നിങ്ങൾ കൊടുത്തിരുന്ന സകാത്ത് ഒരൊട്ടകത്തിന്റെ കുഞ്ഞിനെ കെട്ടുന്ന കയറാണെങ്കിലും ഒരാട്ടിൻകുട്ടിയെ കെട്ടുന്ന കയറാണ് അള്ളാന്റെ റസൂലിന് നിങ്ങൾ സക്കാത്തായി കൊടുത്തതെങ്കിൽ, ആ സക്കാത്ത് എനിക്ക് നിങ്ങൾ തന്നിട്ടില്ലെങ്കിൽ, എന്റെ സക്കാത്ത് സെല്ലിലേക്ക് ബൈത്തുൽ മാലിലേക്ക് അത് തന്നിട്ടില്ലെങ്കിൽ, ലഖാതൽതുഹും അലാ മൻഇഹാ, അത് തരാത്തവരോടൊക്കെ ഞാൻ യുദ്ധത്തിനിറങ്ങുന്നുണ്ട് എന്നവരോട് പറഞ്ഞേക്കണമെന്ന് സയ്യിദുന സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അത്ര ഗൗരവത്തോടെ സ്വഹാബത്ത് കണ്ടിരുന്നു സക്കാത്തിന്റെ വിഷയത്തിൽ. അത് നൽകാത്ത വ്യക്തികളോട് പോലും റബ്ബ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ മദീനത്തെ മിമ്പറിൽ വെച്ച് ഓർമ്മപ്പെടുത്തി.